ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരു പെൺകുട്ടി വന്നാൽ നോക്കാൻ കൂടെ സമയമില്ല അല്ലേ? ക്ഷമിക്കണം, ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. ശരി, വരണം. എങ്ങോട്ട്? കിടക്കമുറിയിലേക്ക്. നിങ്ങൾ പറഞ്ഞ പോലെ കേട്ടാൽ മതി. നോ ഫർദർ ക്വസ്റ്റ്യൻസ്. മുതലാളി അർജന്റായി ഈ കണക്കൊന്നും എഴുതി കാണിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതിലും അർജന്റായിട്ടുള്ള കാര്യമാണ് മുതലാളിയുടെ മകൾക്ക്. ഡാഡി പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. മുതലാളി പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ അറിയാമല്ലോ. എന്നാലേ നിങ്ങൾക്ക് വരാൻ പറ്റില്ലെന്ന് ഞാൻ ഡാഡിയോട് പറഞ്ഞു. അയ്യോ, വേണ്ട വേണ്ട, ഞാൻ വരാം. ഓക്കെ, ഗുഡ് ബോയ്, കം ഓൺ. ഒരു സംശയം, ഇതിലേതാണ് ഏത് പെണ്ണ്? മമ്മി പറയുന്നത് രണ്ടും ആണാണെന്ന്. കൊള്ളാം, ഇതാണോ അർജന്റ്? എനിക്ക് ഓഫീസിൽ 100 കാര്യങ്ങളുണ്ട്. ഹേ മിസ്റ്റർ, ഡാഡി പറഞ്ഞാണ് സംശയം തീർക്കണമെന്ന്. ശരി, ഇതാ കറുത്തതാണ്, വെളുത്തത് പെണ്ണ്. എന്താ മതിയോ? എങ്ങനെ മനസ്സിലായി? എന്തൊരു ബാലിശങ്ങളായ ചോദ്യങ്ങളാണ്. ശരി, ഈ ആണ് എന്തുകൊണ്ട് പെണ്ണിന്റെ അടുത്ത് പോകുന്നില്ല? ഇഷ്ടമില്ലായിരിക്കും. എന്തുകൊണ്ട് ഇഷ്ടമില്ല? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ വിഷമിച്ചു പോകത്തേ ഉള്ളൂ. ശരി, ഒരു ഉദാഹരണം. ഞാൻ ഇവിടെ ഒരു പെണ്ണ് ഫ്രീ ആയി നിൽക്കുകയാണ്. സാർ എന്തുകൊണ്ട് സ്നേഹിക്കുന്നില്ല? എന്ന് പറഞ്ഞാൽ കണ്ട ഉടനെ അങ്ങ് സ്നേഹിക്കാൻ നോക്കുന്നു. അതിന് കുറച്ച് ദിവസങ്ങളൊക്കെ ആകും. സാധാരണ സാറിന് എത്ര ദിവസം വേണം സ്നേഹിക്കാൻ? ഒരു 2-3 ആഴ്ചയെങ്കിലും വേണ്ടേ? ശരി, സമ്മതിച്ചു. ഇന്ന് മുതൽ 3 ആഴ്ചയ്ക്കാവും എന്നെ സ്നേഹിച്ച് താങ്കൾ സത്യം പാലിക്കണം. അയ്യോ റോസി, ഞാൻ വെറുതെ കളിതമാശയ്ക്ക് പറഞ്ഞു പോയതാണ്. നോ ആർഗ്യുമെന്റ്. എന്നാലേ കളി കാര്യമായെന്ന് ഞാൻ ഡാഡിയോട് പറഞ്ഞേക്കാം. അയ്യോ റോസി. സാർ, സാർ, നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഞാൻ ഏൽപ്പിച്ചിരുന്ന ജോലിയെല്ലാം നിങ്ങൾ ചെയ്ത് തീർത്തോ? ഞാൻ ഓഫീസിൽ നിന്നിപ്പോ മുതലാളിയുടെ മകൾ അവിടെ എന്നെ അന്വേഷിച്ച് നാട്ടിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട്. ഓ, അതിനിടയിൽ ഇവിടെ ഒന്ന് ശല്യപ്പെടുത്തിയിരിക്കല്ലേ? പക്ഷെ വളരെ ഇന്നസെന്റ് ആണ് മുതലാളി. താങ്ക് യു മിസ്റ്റർ ഇന്നസെന്റ്. ബൈ ദ ബൈ, നിങ്ങൾ എസ്റ്റേറ്റിൽ പോയി 50,000 രൂപ വാങ്ങിച്ചിട്ട് വേണം. ടേക്ക് മൈ കാർ, ഓക്കെ? ശരി മുതലാളി. ഒന്നുമില്ല ഡാഡി, ഡാഡിയുടെ വടി കൊണ്ടതാണ്. സോറി. ഞാൻ പണ്ടത്തെ പട്ടിണി തൊമ്മിയാശാനൊന്നും അല്ല. ഇപ്പം എന്റെ മകന്റെ നിലവാരം എന്താണെന്നറിയാമോ? അവൻ ആ മോട്ടാർ കമ്പനി, അവന് ശമ്പളം എന്തുവാ എനിക്ക് പറഞ്ഞു, അവന് പറഞ്ഞൂടാ, അവന്റെ മുതലാളിക്ക് പറഞ്ഞൂടാ. അങ്ങനെ അതിന്റെ കിടപ്പ് എല്ലാം അറിഞ്ഞതിന് ശേഷമാ 5000 രൂപ പൗലോസിന് സ്ത്രീധനം കൊടുക്കാമെന്ന് പെണ്ണു വീട്ടുകാരെ സമ്മതിച്ചത്. അത് ന്യായമാ. 4 പേര് കേട്ടാലും ഇരക്കാത്തൊരു തുക നമ്മൾ ചോദിക്കരുത്. നീ പോയി നമ്മളെ വിടുന്നു. എന്റെ മോനെ കിട്ടണമെന്നുണ്ടല്ലോ. അവന്റെ സ്ത്രീധനത്തിന് 5000 രൂപയും ബംഗ്ലാദേശൻ ടാക്സ്, സർചാർജ്, പഞ്ചായത്ത് കരം ഇതെല്ലാം കൂടെ ചേർത്ത് 6000 രൂപ ഇവിടെ കൊണ്ട് നോക്കണം. കല്യാണപ്പണത്തിന് നികുതി ഉണ്ടോ തോമച്ച? ഇനി കല്യാണത്തിലല്ലോ, അതിന്റെ മറ്റെല്ലാ കാര്യത്തിനും നികുതി വരും. കിടന്നാ നികുതി, ഇരുന്നാ നികുതി, നിന്താ നികുതി എന്ന് വേണ്ട സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാ. അതുകൊണ്ടാ ഞാൻ 1000 രൂപ അവിടെ കൂട്ടി. എടാ മോനെ, ഞാനേ ആ പെണ്ണു വീട്ടുകാർക്ക് വാക്ക് കൊടുത്തു. നീയും ലോനാപ്പിയും കൂടെ പോയി ആ പെണ്ണിനെ ഒന്ന് കണ്ടുകളാ. ഇപ്പൊ എന്തിനാത്ര ധൃതി? ഓരോ കാര്യങ്ങൾ തലയ്ക്ക് മീതെ നിൽക്കുകയാണ്. അതൊക്കെ തീരട്ടെ. ചേട്ടാ, പിന്നെ കാണാം. എടാ പൗലോസേ, നീ ഒരുമാതിരി ബെർത്തേറിനോട് മാറ്റി വഹിക്കാൻ വന്നവനെ പോലെ നിസ്സാരമായിട്ട് എന്നോട് സംസാരിച്ചു വന്നടാ. എടാ, എനിക്ക് വേണ്ടിയുള്ളതായി കല്യാണം നിന്റെ കൂടെ പറഞ്ഞ പെണ്ണെ കെട്ടിവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. നല്ല 1-ാം തരം കല്യാണമാണ് നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്നത്. പൗലോസിന് ആ പെണ്ണിനെ കണ്ടാ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല. എന്റെ കുഞ്ഞ്, ഈ ചാൻസ് കളയില്ലേ കേട്ടോ. എനിക്ക് ഇത് പറഞ്ഞാൽ അവന് മനസ്സിലാവുണ്ടാവും. നാളെ ഒരുപക്ഷെ ആ മോട്ടാർ കമ്പനിയിൽ നിന്ന് ഇവനെ എടുത്ത് ദൂരെ കളഞ്ഞെന്ന് വരും. അങ്ങനെ വരുമ്പോൾ പണ്ടത്തെ പോലെ പട്ടിണിയായിട്ടും കഴിയേണ്ടി വരും. അത് വരുന്നതിന് മുമ്പായിട്ട് നീയും നിന്റെ പെണ്ണും ഒരു നല്ല നിലയിൽ എത്തട്ടെ എന്ന് വിചാരിച്ചാ ഞാൻ ഈ അന്തരാളമൊക്കെ കാണിക്കുന്നത്. അത് പറഞ്ഞ അവന്റെ പണിയൊക്കെ ഇപ്പൊ ഉടനെ കല്യാണം നടത്താത്തോണ്ട് ഇവിടെ എന്താ കുഴപ്പം? ഇവിടെ ആരെങ്കിലും പട്ടിണി കിടക്കുന്നു? അപ്പച്ചൻ ചുമ്മാ ഇവിടെ തിരുന്നാ മതി. ഞാൻ ഇരുന്നോളാം അവിടെ. എന്റെ മോന്റെ കൽപ്പനയല്ലേ, അവരല്ലേ ഞങ്ങൾക്ക് ചെലവിന് തരുന്നത്. ഞാൻ തെണ്ടി കിടപ്പാടില്ലാത്ത 10 കാശ് എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ നീ ഇത് പറയുമായിരുന്നോ? എന്റെ മോക്കൊക്കെ കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ അപ്പച്ചന്റെ ഇഷ്ടം പോലെ വിചാരിച്ചോണം. ആ എമ്പോക്കി, നിന്റെ ചക്കാത്ത് ചോറിൽ നിന്ന് നീ പറയുന്നതും കേട്ട് ജീവിക്കാൻ ഈ കൊമ്മിയാച്ചാനെ കിട്ടത്തില്ലടാ. നിന്റെ ശമ്പളമോ സ്ത്രീധനത്തുകയും കൊണ്ട് ജീവിക്കാന്ന് വിചാരിച്ചല്ലടാ ഞങ്ങൾ നിന്നെ വളർത്തിയെടുത്തത്. നീ നോക്കിക്കോ, ഈ കൊക്കി വിശ്വാസം ഉണ്ടെങ്കിൽ നിന്റെ പെങ്ങളെ നിന്റെ പ്രായം കൂടാതെ ഒരു കൂലി വേലക്കാരനെ കൊണ്ടെങ്കിലും പിന്നെ പിടിച്ചു അറിയാമേ.
അപ്പച്ച എന്നോട് ക്ഷമിക്കണം അപ്പച്ച, എന്നോട് ക്ഷമിക്കണം. എന്റെ മനസ്സിന്റെ വിഷമം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാണ്. എന്റെ അപ്പച്ചനും എന്റെ അമ്മച്ചിക്കും എന്റെ പെണ്ണുക്കും വേണ്ടി മാത്രമാണ് അപ്പച്ച ഞാൻ ജീവിക്കുന്നത്. അല്ലാതെ എന്റെ സ്വന്തം സുഖം ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അപ്പച്ചേട്ടാ വരണം. ആഹാ, എല്ലാ സുഖം മോനെ. അപ്പനെ തുതി വലിയേറ്റുമ്പ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ലോലാപ്പി മനസ്സ് ചോദ്യം, പണം കൂടാ, കെട്ട് കല്യാണം ഒക്കെ നിശ്ചയിച്ചിട്ട് വേണം. വേറെ കെട്ടിച്ച് വരാൻ തോന്നാ. നോക്കടി പറയാമേ, മോന്റെ ഒരു സ്നേഹം. പിന്നെ അവന്റെ മോട്ടോർ കമ്പനിയിലെ മുതലാളി ടയർ പഞ്ചറായിട്ടാണ്. അതുകൊണ്ടാണ് അവൻ ഈ ഒരു പരവേശം. എന്നാ മോനെ എത്ര തോനെ ആലോചിക്കുന്നേ? ഞാൻ എന്റെ കല്യാണ പെണ്ണിനെ പറ്റി ആലോചിക്കുകയാണ്. അതെല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കും. ആവും, അവൾ എന്നെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. തീർച്ചയായിട്ടും. ഞാൻ ഇന്ന് എന്നെ പെണ്ണ് കാണാൻ ചെറുക്കനെ കൊണ്ട് ചെല്ലാന്ന് പറഞ്ഞാ പോന്നിരിക്കുന്നേ. ഞാൻ അവളെ വഞ്ചിക്കുന്നത് മഹാഭാവമാണ്. അയ്യോ ചെയ്യല്ലേ, മഹാഭാവം. എന്റെ അപ്പനമ്മമാരുടെ കണ്ണീരിന്റെ മുമ്പിൽ ഞാൻ നിസ്സഹായനാണ്. അതാണ് കുഞ്ഞേ എത്ര നാളുകൊണ്ട് ഞാൻ കയറി ഇറങ്ങി നടക്കുന്നു. കേട്ടോ ചേർത്തി, നാട്ടുകാരെല്ലാം പറഞ്ഞു തുടങ്ങി ഞാൻ ലീനാമയെ കെട്ടാൻ പോകുന്നെന്ന്. ഒരു രണ്ടാം കെട്ടുകാരന് ഒന്നുപോലെ വളർത്തി എന്റെ മോളെ കൊടുക്കാൻ എനിക്കിഷ്ടമില്ല. നീ മിണ്ടാതിരി. അതപ്പാ, കല്യാണം നടത്താനാണെങ്കിൽ എന്നെ കെട്ടിയിട്ടടിച്ചാൽ പോലും 4 കാശില്ല. ചേട്ടൻ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, എല്ലാ ചെലവും ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. അത് പാടില്ല. നിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് ഞാൻ എന്റെ പെണ്ണിനെ വിൽക്കാനോ? അങ്ങനെ നാണ്യഭാഗത്തേട്ടൻ ചിന്തിക്കരുത്. ഞാൻ കിട്ടുന്ന പെണ്ണിന് വേണ്ടിയാ ഞാൻ ചിലവാക്കുന്നത്. ഇതാ 500 രൂപ ചേട്ടൻ പിടിച്ചാട്ടെ. അന്തപ്പാ, ഒന്നും പറയണ്ട, ചേട്ടൻ ഇത് വാങ്ങിച്ചാട്ടെ. അന്ന് എഴുതി വിറ്റ 15 സെന്റ് സ്ഥലം ഞാൻ ലീലാമയുടെ പേർക്ക് തിരിച്ചു മേടിക്കും. മോളെ, നിന്നെ താറാവുകാരൻ അന്തപ്പന് കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ ഉറച്ചു. എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമില്ലപ്പോ. പിന്നെ നിന്നെ തോന്നിയപോലെ മുട്ടക്കെട്ടോടി. നാളെ പള്ളിയിൽ വെച്ച് കൂട്ടിച്ചോദ്യം പറഞ്ഞേക്കാം. എന്ത് ചോദ്യമാണെങ്കിലും എനിക്ക് വേണ്ട. ഞാൻ ഈ കുടിയനെ കെട്ടത്തുമില്ല. എങ്ങനെങ്കിലും ഈ ഭാരം ഒന്ന് ഒഴിച്ചു കളയാമെന്ന് വെച്ചപ്പോ അവർക്ക് പിടിക്കത്തില്ല. എന്നെ കൊന്നു കളഞ്ഞാലും ശരി, ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ല. അന്തപ്പാ, ഏതായാലും കുറച്ച് ദിവസം കൂടി ക്ഷമിക്കും. ചേട്ടൻ ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. അല്ല, ഒന്നാമതരം ബിഎക്കാരി പെൺപിള്ളേർ എന്റെ പിന്നാലെ നടക്കണമെന്ന് കെട്ടണമെന്നും പറഞ്ഞു. ചുമ്മാ പേടിപ്പിക്കാതെ. പേടിക്കേണ്ടത് ചേട്ടനാ. കണ്ടെന്ന ഒരുത്തൻ പശുവിനെ മേടിക്കാൻ വന്നു, രാത്രി ഇവിടെ കഴിഞ്ഞു കൂടിയതും ബാക്കി നടന്ന കാര്യങ്ങളെല്ലാം നാട്ടുകാർക്ക് അറിയാവുന്നതാണ്. പശുവിനെ വാങ്ങിക്കാൻ വന്നാൽ എന്താടാ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല.